പുതിയ വീഡിയോയിൽ എല്ലാവരും സ്വാഗതം. ഇന്ന് നമ്മൾ XP95 പെട്രോളാണ്. XP95 എന്ന പെട്രോളാണ്. XP100 അടുത്ത വീഡിയോയിൽ ചെയ്യാം. XP95 സ്പീഡ് പെട്രോളിന് മുന്നേ ചെയ്തിട്ടുണ്ട്. XP95 എത്രത്തോളം എത്തനോൾ വരുന്നത് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എത്തനോൾ വരുന്നതോടുകൂടി എത്തനോൾ വേർതിരിച്ചിട്ടുള്ള പെട്രോളും XP95 എന്നുള്ളത് ഏതാണ് കൂടുതൽ മൈലേജ് കിട്ടുക എന്നുള്ളത് നമ്മൾ നോക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഇതിലൊരു 10 മില്ലി വെള്ളം ഒഴിക്കുകയാണ്. മുമ്പ് ചെയ്ത അതേമാതിരി തന്നെയാണ്. ഓക്കെ, ഇതിൽ 10 മില്ലി വെള്ളമായിട്ടുണ്ട്. നോക്കാം, ഇതിന് 100 മില്ലി നമ്മൾ പെട്രോൾ ഒഴിക്കാം. അപ്പോൾ ടോട്ടൽ 110 മില്ലി വരെ കേട്ടോ. ഇതിൽ 100 മില്ലി പെട്രോൾ ഒഴിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ 100 മില്ലി പെട്രോൾ ഒഴിച്ചു, 10 മില്ലി വെള്ളം ഒഴിച്ചു. ഇതിൽ എത്ര ശതമാനം എത്തനോൾ ഇതിൽ സെപ്പറേറ്റ് ആയി വരും, വെള്ളോട് മിക്സ് എത്തനോൾ സെപ്പറേറ്റ് ആയി വരും, എത്ര ശതമാനം ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഷെയ്ക്ക് ചെയ്യാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. മാക്സിമം എത്ര വരും എന്നുള്ളത് നോക്കാം നമുക്ക് കേട്ടോ. ഇത് നോക്കുക, ഇപ്പോൾ തന്നെ സെപ്പറേറ്റ് ആയി വരുന്നുണ്ട്. എത്തനോൾ ആയിട്ട് നമ്മളൊരു ഒരു കലങ്ങിയ ഷെയ്ഡിൽ വരുന്നത് കാണാം. ഇപ്പൊ തന്നെ കറക്റ്റ് അധികം വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഏകദേശം 20% തന്നെ ഇതിലുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കേണ്ട. കാരണം ഈ 10 വെള്ളം ഉള്ളത് രണ്ടും കൂടെ കൂടിയിട്ട് 30ആയി. നമുക്ക് ഇനി ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ. 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഇത് എത്രത്തോളം കറക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്, അരമണിക്കൂറോളം വെയിറ്റ് ചെയ്യണം. അത്ര വെയിറ്റ് ചെയ്യുന്നില്ല, ഞാൻ 10 മിനിറ്റാണ് വെയിറ്റ് ചെയ്യുന്നത്. ഈ 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടും എത്ര കറക്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത്. എന്നിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് ഇതിന് മുകളിലുള്ള പെട്രോൾ എടുക്കും. എത്തനോൾ ഒഴിവായിട്ടുള്ള മുകളിലുള്ള പെട്രോൾ എടുക്കും. XP95 എടുക്കും. ഈ 95ഉം ഇതൊരു വേർതിരിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഏതാണ് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടുന്ന ടൈം നോക്കിയിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്, ഓടിച്ചിട്ടല്ല. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് XP95ഉം HP-യുടെ നോർമൽ പെട്രോൾ എത്ര മൈലേജ് ഉണ്ട് നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ മൈലേജ് കറക്റ്റായിട്ട്, ഇത് എത്തനോൾ വേർതിരിച്ചിട്ടുള്ള ഇതിൻ്റെ മൈലേജും ഇതിനോട് മിക്സ് ആയിട്ടുള്ള ഇതിൻ്റെ മൈലേജ് ഏതാണ് കൂടുതൽ ഓടുക എന്നുള്ളത് നോക്കാം കേട്ടോ. നമുക്കൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ നോക്കുക, കറക്റ്റായിട്ട് 20% എത്തനോൾ ഉണ്ട് കേട്ടോ. കറക്റ്റ് തന്നെയാണ്. ആ ഒരു കാര്യത്തിൽ യാതൊരു പിശുക്കും കാണിച്ചിട്ടില്ല. എത്തനോൾ കറക്റ്റ് തന്നെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 20% എത്തനോൾ ഇതിലുണ്ട് XP95. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് XP95 പെട്രോൾ ആണോ അതല്ല ഈ എത്തനോൾ ഒഴിവാക്കിയിട്ടുള്ള പെട്രോൾ ആണോ കൂടുതൽ സമയം ഓടുക എന്നുള്ളതാണ്. ഐഡ്ലിംഗ് ഇട്ട് നോക്കുകയാണ്. അതാണ് അടുത്ത ചെക്കിങ്, അടുത്ത ടെസ്റ്റിങ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിന് XP95 ആണ് ഒഴിക്കുന്നത് കേട്ടോ. കറക്റ്റ് മുകളിലെ ലൈൻ വരെയാണ് ഒഴിച്ചത്. ഓക്കെ, അപ്പോൾ ഏതാണ് നമ്മൾ കൂടുതൽ 95 കൂടുതൽ കിട്ടുമോ അതോ എത്തനോൾ വേർതിരിച്ച പോലെ മൈലേജിന് വല്ല മാറ്റം ഉണ്ടോ എന്നാണ് ഇപ്പോൾ നോക്കുന്നത് കേട്ടോ. സ്റ്റോപ്പ് വാച്ച് നമ്മൾ ഓപ്പൺ ചെയ്യണേ.
ഓക്കെ, ഫുള്ള് പെട്രോൾ ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ ചെറിയൊരു ഡിഫറൻറ്റ് ഒന്നും നമുക്ക് വല്ലാതെ എടുക്കേണ്ടതില്ല. അപ്പോൾ 1-2 സെക്കൻഡ് മില്ലി സെക്കൻഡ് ഒക്കെ ഡിഫറൻറ്റ് ഒന്നും വല്ലാതെ എടുക്കേണ്ടതില്ല. അത് വല്ലാതെ ഒരു മാറ്റം വരികയാണെങ്കിൽ മാത്രം നോക്കിയാൽ മതി കേട്ടോ. XV95 അതൊരു സാധാരണ എത്തനോളുള്ള പെട്രോളുമായിട്ട് വല്ല ഡിഫറൻസ്, സാധാ പെട്രോളുമായിട്ട് XV95 വല്ല ഡിഫറൻറ്റ് ഉണ്ടെന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് കാണാം. അങ്ങനെ 3 ടെസ്റ്റാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. $95 ഒക്ടേൻ പെട്രോളാണ് XV95 എന്ന് പറഞ്ഞാൽ. കംപ്രഷൻ റേഷ്യോ കൂടിയ വണ്ടികൾക്ക് മാത്രമേ ശരിയായിട്ട് തന്നെ എഫക്റ്റ് ആവുള്ളൂ. കംപ്രഷൻ റേഷ്യോ കൂടിയ വണ്ടികൾക്ക് മാത്രമേ നമ്മൾ XV100 ഒക്കെ ഒഴിച്ചിട്ട് കാര്യമുള്ളൂ കേട്ടോ. വെറുതെ ഒഴിച്ചാൽ വേസ്റ്റ് ആയിരിക്കും. ഏതായാലും XV100 നമുക്ക് ടെസ്റ്റ് ചെയ്യണം. സാധാ വണ്ടികളിൽ അതിൻ്റെ പെർഫോമൻസിൽ മാത്രമല്ല മൈലേജിന് വല്ല മാറ്റം വരുന്നുള്ളൂ നോക്കണം. $436.86 ഇതിൽ കാണിച്ചേക്കുന്നത്.
ഇനി നമുക്ക് അതിലുള്ള സമ്പിലുള്ള പെട്രോൾ ഒഴിവാക്കണം. സമ്പിൽ ഓൾറെഡി ഒരു 20 ml പെട്രോൾ ഡെഡ് സ്റ്റോക്ക് ആയിട്ടുണ്ടാവും, 20ന്റെ മുകളിൽ ഡെഡ് സ്റ്റോക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് മറ്റോ ഒഴിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ആ പെട്രോൾ മിക്സ് ആയിട്ടേക്ക് ഇതിലേക്ക് വർക്ക് ചെയ്യുക. അതുകൊണ്ട് ആ 20 ml പെട്രോൾ നമുക്ക് പിന്നെ സമ്പിൽ നിന്ന് ഒഴിവാക്കാം കേട്ടോ. നോക്കുക, അതിലേക്ക് തന്നെയാണ് വിടുന്നത്. ഈ സ്റ്റാർട്ടിങ് ഓഫ് ആയാലും ഇതിൽ പെട്രോൾ കുറച്ചുകൂടെ ഉണ്ടാവും കേട്ടോ, അല്ലേ? ആ പെട്രോൾ ഒഴിവാക്കാൻ നമുക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ എത്തനോൾ ഒഴിവാക്കിയിട്ടുള്ള പെട്രോളാണ് നമ്മൾ അടുത്ത് ഒഴിക്കാൻ പോകുന്നത്. മോൾ ഭാഗത്ത് ഇങ്ങനെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. നോട്ട് ഏതായാലും ഒഴിച്ചു നോക്കാന്. പതുക്കെ മോൾ ഭാഗം മാത്രം ഒഴിവാക്കി എടുക്കുകയാണ്. നമുക്ക് എത്തനോൾ ഇതിലുണ്ട് കേട്ടോ, വന്നിട്ടില്ല, പുറത്തേക്ക് വന്നിട്ടില്ല. കുറച്ചും കൂടെ ഷെയ്ക്ക് ആയാൽ ഓക്കെ. ഇതാ നോക്കുക, 30% അതേ മരുന്ന് കിടക്കേണ്ടത് ഇതില്. അതേ ഹൈറ്റിൽ തന്നെയാണ് തൂക്കിയിട്ടേക്കുന്നത്. ഇത് ഓൺ ചെയ്യാണ്, ഇറങ്ങി പോണ നോക്കുക. അപ്പൊ 4:36:86 കേട്ടോ, 4:36:86 സീറോ ആക്കാണ്. അത് തുറന്നുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. സെയിം സെക്കൻഡ് കിക്കിൽ തന്നെ വണ്ടി സ്റ്റാർട്ടായത്.
$4.36.86 ആയിരുന്നു XP95 വിത്ത് എത്തനോൾ ഉണ്ടായിരുന്നത്. ഇത് നോക്കുക, നമ്മൾ എത്തനോൾ ഒഴിവാക്കിയ സമയത്ത് കൂടി പോകുന്നത് 4.56, 57, 59, 5 മിനിറ്റായി. 5:1, 5:2. ഇപ്പൊ 4.36 നിന്നും വലിയൊരു ഡിഫറൻസ് ആണ് കാണുന്നത് കേട്ടോ. 5:9. അപ്പൊ എത്തനോൾ നമ്മളെ വണ്ടിയുടെ മൈലേജ് കുറക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഈ ഒരു ടെസ്റ്റ് കണ്ടാൽ മതി. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പരീക്ഷണം നടത്തി നോക്കാം. എൻ്റെ ഒരു പരീക്ഷണമാണത്. ഏതായാലും ഇതിൽ കാണിക്കുന്ന വലിയൊരു ഡിഫറൻറ്റ് ആണ് കേട്ടോ. $4.36 നിന്നും 5.50, 5.52. ആറ് 7, 6.8. നമ്മൾ സെപ്പറേറ്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എത്രയോളം ഒഴിവാക്കി അങ്ങ് ഒഴിച്ചു. 6.17, 6.19, 6.20, 6.21, 6.27, 28. ആറ് 40 വന്നത് കേട്ടോ. അതായത് 4.36, 6.40, 2 മിനിറ്റിന്റെ വർക്കിംഗ് മാറ്റാണ് ശരിക്കും ഈ എത്തനോൾ ഒഴിവാക്കിയ പെട്രോൾ നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പൊ എന്തായാലും എത്തനോൾ ഉള്ള വണ്ടിയിൽ, എത്തനോൾ വെച്ച് ഓടുന്ന വണ്ടിയിൽ മൈലേജ് കുറയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇത് പ്രൂവ് ചെയ്തു. ഇനി രണ്ടാമത് ചെയ്യാനുള്ളത് XP95 നോർമൽ പെട്രോളും തമ്മിൽ എന്തെങ്കിലും മൈലേജ് മാറ്റേണ്ടതാണ്. അത് നോക്കാം നമുക്ക് കേട്ടോ. അപ്പൊ ഇത് കുറച്ച് വീഡിയോ ലെങ്തി ആയിട്ടുണ്ട്. കുറച്ച് കൂടുതൽ കാണാൻ ഒരു ബോറിംഗ് ആയിരിക്കും. അത് സ്കിപ്പ് ചെയ്തേ കാണുള്ളൂ. അപ്പൊ അടുത്ത വീഡിയോയിൽ XP95 നോർമൽ പെട്രോൾ തമ്മിൽ എത്രത്തോളം മാറ്റം എന്നുള്ളത് കാണിച്ചത്. HP തന്നെ
നമ്മുടെ നോർമൽ പെട്രോളും 95 നമ്മൾ എത്ര മാറ്റുന്നത് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ.